അയൽവക്ക സ്നേഹം നാട്ടുമാങ്ങയുടെ രൂപത്തിൽ, അത് നല്ല പഴുത്ത മാങ്ങയുടെ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് എത്തിയിട്ടുണ്ട്. അതിന് നന്നായിട്ട് പഴുത്ത ഒരുത്തന്നെ എടുത്ത് നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുത്തു. ഒരുപാട് കഠിനനൊന്നും അല്ലെങ്കിലും ഇവനെ ഒന്നും കൂടി ഒന്ന് ലോലനാക്കാനായിട്ട് ഇതേപോലെ കൈകൊണ്ട് തന്നെ ഞെക്കി 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 ഇതേപോലെ അങ്ങോട്ട് സോഫ്റ്റ് ആക്കി എടുത്തു. ഇനി നമ്മൾ ഈ തണ്ടിന്റെ ഭാഗത്ത് ഒരൊറ്റ കടി കൊടുക്കും. ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മാങ്ങയുടെ ജ്യൂസ് എടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ തണ്ടിന്റെ ഭാഗത്ത് ഒന്ന് കടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തപ്പോൾ തന്നെ ആ ജ്യൂസ് ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടില്ലേ? ഒട്ടും താഴെ വീണ് പോകാതെ അത് വയറ്റിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവനെ കണ്ടാൽ നമ്മുടെ ഫ്രീക്കന്മാര് മുടിയൊക്കെ സ്പൈക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലുണ്ട്. ഇനി കുറേശ്ശെയായിട്ട് കടിച്ച് കടിച്ച് ആ തൊലി എല്ലാം അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. നന്നായിട്ട് കഴുകിയത് കൊണ്ടും കേടുപാടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും തൊലി അങ്ങ് ഫുള്ളും അകത്താക്കിയിട്ടുണ്ട്. ശേഷം ഇതേപോലെ കിട്ടി. ഇനി ഇതിലുള്ള ബാക്കി അവശേഷിച്ച ജ്യൂസും കൂടി അകത്താക്കണം. ഇതൊക്കെ ഒരു നൊസ്റ്റു ഫീൽ ആണല്ലേ. ഇനി മാക്സിമം അവന്റെ ചാറെല്ലാം മൂറ്റിയെടുത്താൽ പല ഷേപ്പിൽ ഈ നാരുകൾ ഇങ്ങനെ ആക്കിയെടുക്കും. ഒക്കെ ചെയ്യുമ്പോഴും അകത്ത് ആൾതാമസം ഉണ്ടോന്നൊന്ന് ശ്രദ്ധിച്ചേക്കണം. അടുത്ത വീഡിയോ